ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 6-7 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു പെപ്ലം ടോപ്പിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അത് സ്ട്രാപ്പ് വെച്ചിട്ടുള്ള പെപ്ലം ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള കട്ട് പീസ് ഉപയോഗിച്ചാണ് പെപ്ലം ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഞാൻ മെയിൻ ക്ലോത്തിനായിട്ട് ഈ തുണിയാണ് എടുത്തേക്കുന്നത്. അതുപോലെ ലൈനിങ്ങിനായിട്ട് ഈ ക്ലോത്താണ് കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ള പീസാണിത്. ഇതാണ് ഞാൻ ലൈനിങ് ക്ലോത്തിനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് മടക്കിയിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈനിങ് ക്ലോത്തിലേക്കാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം അത് വെച്ചാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഒന്ന് മടക്കിയിട്ട് അതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കും. ഇവിടെ 2 പീസായിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് കട്ട് ചെയ്ത് ബാലൻസ് വന്നിട്ടുള്ളതാണ്. ഇനി ഞാൻ ഇതിൻ്റെ നീളവും വീതിയൊക്കെ ഒന്ന് പറയാം. ഇവിടെ ഞാൻ രണ്ടും ഒരുപോലെ ഒന്ന് മടക്കില്ല നിവർത്തിയിട്ട് കാണിക്കുവാണ്. ഞാൻ ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താണ് 2 പീസും ഒരേ വലിപ്പത്തിലും ലെങ്തിലും കട്ട് ചെയ്തെടുത്തത്. ഇവ 2 പീസുണ്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസുകളാണ്. ഇനി നമുക്കിതിൻ്റെ വീതി ഒന്ന് നോക്കാം. ഇവിടെ വീതി 18.5 ഇഞ്ചാണ് ഈ തുണിക്കുള്ളത്. ഞാൻ നിവർത്തിയിട്ടേക്കുവാണ്. 18.5 ഇഞ്ചാണ് വീതി വന്നിട്ട്. ലെങ്ത് വന്നിട്ട് 12 ഇഞ്ചുമാണ് വരുന്നത്. ഇനി നമുക്കിത് മടക്കിയിട്ട് ഇതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ 2 പീസും ഒരുപോലെ ഒന്ന് ഇട്ടെടുക്കുവാണ്. അതിനുശേഷം നമുക്കിതൊന്ന് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 പീസും ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തേക്കാണ്. മടക്കുവശം എൻ്റെ നേർക്കാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട, ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങ് പോയിക്കോളും. താഴ്വശം എല്ലാം ഒരുപോലെ ഇരിക്കണം എല്ലാ പീസും. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 12 ഇഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 11 ഇഞ്ച് വേണം ലെങ്ത് വേണ്ട. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, മണ്ടയ്ക്കത്തെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാൻ അരയിഞ്ചും താഴ്വശത്ത് വേറൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ അരയിഞ്ച്. അതാണ് നമ്മളിവിടെ 12 ഇഞ്ച് എടുത്തേക്കുന്നത്. 11 ഇഞ്ചാണ് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 11 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 12 ഇഞ്ച് ലെങ്ത് ഉള്ള പീസാണ് നമ്മളിപ്പോൾ ഇവിടെ മടക്കിയിട്ടേക്കുന്നത്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള പീസാണ്. ഇവിടെ ഇപ്പം നമ്മൾ മടക്ക് വശത്ത് നിന്ന് ഷോൾഡർ 5.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് അതേ 5.5 ഇഞ്ച് തന്നെ ആം ഹോളിൻ്റെ ലെങ്ത് ആയിട്ടും താഴേക്ക് മാർക്ക് ചെയ്ത് ഇവിടുത്തെ വീതി തന്നെ 5.5 ഇഞ്ച് ഇവിടെയും നമ്മൾ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവിടെ നമ്മൾ എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുവാണ്. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 7.5 ഇഞ്ച് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് താഴെ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഒരു 7 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ആ പോയിന്റുകൾ ചേർത്ത് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് നെക്ക് ലെങ്ത് ഒരു 4.5 ഇഞ്ചും മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുവാണ്. ഇനി നമുക്കിവിടെ നെക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു 2.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 2.5 ഇഞ്ച് നമ്മൾ നീട്ടി ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നെക്ക് ലെങ്തിൻ്റെ അവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ അത് നീട്ടി ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ സ്ട്രാപ്പിന് വെക്കാനുള്ള ലെങ്താണ് 2.5 ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നീട് ആ നീട്ടി വരച്ച് അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ ആം ഹോളിൻ്റെയും നെക്കിൻ്റെയും ഇടയ്ക്കുള്ള ഇവിടുത്തെ ഷോൾഡറിൻ്റെ പകുതി നമ്മളിവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 ലൈൻ ഇതിങ്ങനെ നീട്ടി വരച്ച് അവിടെ പകുതി മാർക്ക് ചെയ്ത് ഇനി അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആം ഹോളിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് അവിടേക്ക് ആം ഹോൾ കർവ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അതിനു മുമ്പ് ഞാൻ സ്ട്രാപ്പിൻ്റെ ലെങ്ത് ഇത് 2.5 ഇഞ്ചാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് 2.5 ഇഞ്ച്, അതുപോലെ തന്നെ ബാക്കിലേക്കും 2.5 ഇഞ്ച് വരുന്നുണ്ട്. നമ്മളിവിടെയാണ് സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത്. 2.5 ഇഞ്ച് ബാക്കിലേക്ക്, അങ്ങനെ 5 ഇഞ്ച്. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, നമ്മളിവിടെ 2.5 ഇഞ്ച് ഫ്രണ്ടിലേക്കും പിന്നീട് അതുപോലെ തന്നെ ബാക്കിലേക്ക് 2.5 ഇഞ്ച്, അങ്ങനെ 5 ഇഞ്ച്. പിന്നെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6 ഇഞ്ച് ലെങ്തിലുള്ള സ്ട്രാപ്പാണ് നമ്മൾ ഇതിന് വേണ്ടുന്നത്. 2 സ്ട്രാപ്പ് വേണം 2 സൈഡിലേക്കായിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത്. അങ്ങനെയാണ് നമ്മൾ സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഈ വരച്ചതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്.
ലൈനിങ്ങിൽ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വേണം മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിനി മെയിൻ ക്ലോത്ത് ഒന്ന് മടക്കിയിട്ടെടുക്കാം. ഇപ്പം ഇതിവിടെ രണ്ടായിട്ട് നമ്മൾ ഒന്ന് മടക്കിയിട്ടെടുക്കുവാണ്. നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ട് ഇവിടെ ഫോൾഡ് വശമാണ്, ഇവിടെ 2 ഓപ്പൺ സൈഡ് പീസ് വരുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഇതിനെ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കും. ഇപ്പം ഇവിടെ മടക്കുവശമാണ്, ഇവിടെ ഒരു ഫോൾഡും 2 പീസും വരുന്നുണ്ട്. കറക്റ്റായിട്ട് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഈ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ലൈനിങ് പീസ് വെച്ച് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ എക്സ്ട്രാ കുറച്ച് നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നീട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമ്മളിവിടെ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുവാണ് മെയിൻ ക്ലോത്തും. അങ്ങനെ നമ്മളിവിടെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്ത്, ഇനി കട്ട് ചെയ്ത് നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയല്ലോ പീസ്, അതിൽ നിന്ന് നമുക്ക് സ്ട്രാപ്പിനായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്ട്രാപ്പിനായിട്ട് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം 2 പീസ് വരുന്നുണ്ട്, 2 പീസാണ് നമുക്ക് സ്ട്രാപ്പിന് വേണ്ടുന്നത്. കണ്ടില്ലേ, ഇവിടെ 2 പീസാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ലെങ്തും വിഡ്ത്തും ഒക്കെ, സ്ട്രാപ്പിന് വേണ്ടുന്ന ലെങ്തും വിഡ്ത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലെങ്ത് നമുക്ക് 2.5 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2.5 വരുമ്പോൾ 5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 6 ഇഞ്ച് ലെങ്തിലുള്ള സ്ട്രാപ്പാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 പീസ് ഒരുപോലെ ലെവലാക്കി ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് 6 ഇഞ്ച്. ഞാനിപ്പോൾ 6 ഇഞ്ച് 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അത് തയ്ച്ച് കഴിഞ്ഞ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ 3 ഇഞ്ച് വീതിയാണ് സ്ട്രാപ്പിന് എടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 1 ഇഞ്ച് വീതിയാവും. നമ്മളിവിടെ 3 ഇഞ്ച് വീതിയും 7 ഇഞ്ച് നീളമുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുവാണ് സ്ട്രാപ്പിനായിട്ട്. 2 വള്ളിയാണല്ലോ വരുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രാപ്പിനുള്ള 2 പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി മിച്ചം വരുന്ന കുറച്ച് പീസ് നമുക്ക് ഇതിൻ്റെ താഴേക്കൊരു പ്ലീറ്റ്സ് ഇട്ടൊരു പീസ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇത് ഈ ബോഡി പാർട്ടിന് 11 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്തെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. നമ്മൾ അതിൻ്റെ കൂടെ ഒരു 8 ഇഞ്ചും കൂടെ വരുന്ന പീസാണ് നമ്മൾ വേണ്ടുന്നത്. അതിന് അങ്ങനെ ടോട്ടൽ 20 ഇഞ്ച് ലെങ്ത് വരും, ഫുൾ ലെങ്ത്. നമുക്കൊരു 8 ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും 1 ഇഞ്ചും കൂടെ വരുന്ന പീസാണ് വരുന്നത്. അങ്ങനെ 9 ഇഞ്ച് ലെങ്തിലുള്ള ഒരു പീസും കൂടെ വേണം നമുക്ക് താഴെ പ്ലേറ്റ്സ് ഇട്ടെടുക്കാനായിട്ട്. 9 ഇഞ്ച് ലെങ്ത്. ഞാനിവിടെ ബാലൻസ് ഉള്ള പീസ് ഒന്ന് ആ ലെവലിൽ നിന്ന് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കട്ട് പീസായിട്ടാണ് ഇരിക്കുന്നത്, കറക്റ്റ് ലെവലൊന്നുമല്ല. നമുക്കിതൊന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഇവിടെ 9 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട്. ഞാൻ ആ 9 ഇഞ്ച് ലെങ്തിൽ ഒന്ന് കറക്റ്റായിട്ട് എല്ലാ 2 പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഇവിടെ താഴേക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാനുള്ള പീസ് നമ്മൾ കറക്റ്റ് ലെവലിൽ 9 ഇഞ്ച് ലെങ്തിൽ വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ആദ്യം സ്ട്രാപ്പാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമുക്കിതിനെ 2 രീതിയിൽ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ അരികിലൂടെ 1/4 ഇഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതിനെ നമുക്ക് തിരിച്ചിട്ട് നല്ല വശം വെളിയിലാവുന്ന രീതിയിൽ എടുക്കാവുന്നതാണ്. വേറൊരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ
ഇങ്ങനെ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കി, അതുപോലെ തന്നെ അടുത്ത സൈഡ് ഇങ്ങോട്ടും മടക്കി, പിന്നീട് 2 പീസും കൂടി ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ട്രാപ്പിനെ നമ്മളിപ്പോൾ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സൈഡ്. ഇനി നമുക്ക് അടുത്ത സൈഡിലൂടെയും കൂടെ ഒരു സ്റ്റിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ തന്നെ അടുത്ത സ്ട്രാപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. 2 സൈഡ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചു. പിന്നീട് വീണ്ടും ഇതിനെ ഒന്ന് മടക്കി നമുക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ 2 സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇതുപോലെ നിവർത്തി ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സ്ട്രാപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുവാണ്. ആ നെക്കിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തായിരുന്നല്ലോ, അവിടെയായിട്ട് ഇതുപോലെ സ്ട്രാപ്പ് ഒന്ന് ഷോൾഡറിൻ്റെ അവിടെ നമ്മളൊരു കർവ് ഷേപ്പ് കൂട്ട് വന്നില്ലേ, അവിടെയായിട്ട് ഇതുപോലെ സ്ട്രാപ്പ് ഒന്ന് വെച്ച് കൊടുത്ത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് മെയിൻ ക്ലോത്തിലേക്ക്. പിന്നീട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കാം. ലൈനിങ് ക്ലോത്ത് വെച്ച് നമുക്കിനി ആം ഹോളിൻ്റെ അവിടെ നിന്നും സ്ട്രാപ്പ് വെച്ചതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നെക്കിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് അടുത്ത സ്ട്രാപ്പിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റ് ലെവലാക്കി നമ്മൾ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്നും പിന്നീട് നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന സ്ട്രാപ്പ് കറക്റ്റ് നേരെ ഒന്ന് വെച്ച് കൊടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സ്ട്രാപ്പിൻ്റെ ഭാഗം എത്തുമ്പോഴത്തേക്ക് കുത്തി നിർത്തി ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്ത് വേണം നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ ആം ഹോളിൻ്റെയും നെക്കിൻ്റെ ഭാഗവും മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്തും കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ലൈനിങ് ക്ലോത്തിനെ ഉള്ളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുത്ത് സ്ട്രാപ്പിൻ്റെ അവിടെ നമ്മൾ ആ സ്ട്രാപ്പ് പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് നെക്കിൻ്റെ ആംഹോളിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, 2 സ്ട്രാപ്പ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഇനി നമുക്ക്
തിരിച്ചിട്ടതിന് ശേഷം കറക്റ്റ് ഒന്ന് നമ്മളിവിടെ ലൈനിങ് ക്ലോത്താണ് ആദ്യം കട്ട് ചെയ്തത്, ഇതുകൊണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അതുപോലെ തന്നെ മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ സൈഡും എല്ലാം നമ്മളൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ ആം ഹോളിൻ്റെയും നെക്കിൻ്റെ ഭാഗമെല്ലാം സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡും ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്ത പീസിൻ്റെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സ്ട്രാപ്പ് ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ മെയിൻ ക്ലോത്തുമായിട്ട് ഇതുപോലെ വെച്ച് സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സ്ട്രാപ്പും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ച് കൊടുത്ത് ആദ്യം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നെക്കിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗവും ചേർത്ത് വെച്ച് ലൈനിങ് ക്ലോത്തുമായിട്ട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ ആം ഹോളിൻ്റെ ഭാഗവും നെക്കിൻ്റെ ഭാഗവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന പീസ് കട്ട് ചെയ്ത് കൊടുത്ത് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യ പീസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. ഇനി ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിനെ ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും സൈഡിലൂടെ നെക്കിൻ്റെ ഭാഗവും ആം ഹോളിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിവിടെ ബോഡി പാർട്ടിൽ സ്ട്രാപ്പ് എല്ലാം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലേക്കുള്ള പ്ലീറ്റ്സ് ഇട്ടെടുക്കേണ്ട പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 പീസായിട്ടാണ് വരുന്നത്. നമ്മൾ ആ 2 പീസിൻ്റെയും നല്ല വശം ചേരുന്ന രീതിയിലൊന്ന് ചേർത്ത് വെച്ച് 2 പീസും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ജോയിൻ്റ് ചെയ്തെടുക്കുവാണ് ഇവിടെ 2 പീസിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കുവാണ്. പിന്നീട് ഇതിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. നമ്മുടെ ആ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റിൻ്റെ ആ അളവിലാക്കി എടുക്കണം. നമ്മളിവിടെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുവാണ്. അങ്ങനെ നമ്മളിവിടെ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. 2 പീസും ജോയിൻ്റ് ചെയ്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടിൽ സൈഡ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുമ്പ് നമ്മളിവിടെ സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്ന ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. മെയിൻ ക്ലോത്തിൽ നമ്മൾ എക്സ്ട്രാ ഇട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇനി നമുക്ക് 2 പീസും കൂടെ ചേർത്ത് വെച്ച് ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തയ്യൽ തുമ്പ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് വീതമാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 പോയിന്റോടെ യോജിപ്പിച്ച് 2 സൈഡിലും ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം വെളിയിലാവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട പീസ് ഇതിൻ്റെ കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ നമ്മൾ ചെറിയ പ്ലേറ്റ്സ് കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് ആ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിലാക്കി എടുക്കണം. ഇവിടെ ഇപ്പം കുറച്ച് എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെറിയ പ്ലേറ്റ്സ് 2-3 കൂടി ഇട്ടെടുക്കുവാണ്. അങ്ങനെ ഇവിടെ ഈ വേസ്റ്റ് റൗണ്ടിൻ്റെ അളവിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഉള്ളിലാവുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ചിട്ട് 2 സൈഡും കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഈ പ്ലേറ്റ്സ് ഇട്ട് 2 സൈഡും ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇപ്പോൾ ഇവിടെ റൗണ്ട് രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശം ഉള്ളിലാണ് ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബോഡി പാർട്ടിനെ നല്ല വശം പുറമെയാണ്, അതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്ത് നമ്മൾ സൈഡിൻ്റെ ബോഡി പാർട്ടിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തല്ലോ, അവിടെയും നമ്മളിപ്പം 2 പീസും കൂടെ ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തല്ലോ, പ്ലേറ്റ്സ് ഇട്ട പീസിൻ്റെ അതും കൂടെ ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ജീൻസിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഇടാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ അതെല്ലാം കണ്ടു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പറയണേ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.